പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, തിരുഹൃദയ ഭക്തിയില് തിരുഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങേ തിരുഹൃദയ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ചൊരിയുന്ന എല്ലാ കൃപകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല കർത്താവെ, ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും പ്രത്യേകമാവിധം തിരുഹൃദയ സ്നേഹത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കളുടെ ഈ മക്കളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഇവരുടെ എല്ലാ നിയോഗങ്ങളിലും ഇവിടെ എല്ലാ പ്രാർത്ഥനകളിലും അതിശക്തമായിട്ട് ഇടപെടുന്ന സർവാധിപനും സർവശക്തനും കരുണാനിധിയുമായ ദൈവമേ, അവിടുത്തെ വലിയ കൃപകൾ നിറച്ച് ഇവരനുഗ്രഹിക്കണമേ. കുടുംബങ്ങളില്, ജീവിതത്തില്, മക്കളില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, സകല മേഖലകളിലും കർത്താവേ അവിടുത്തെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ. വലിയ സൗഖ്യവും വിടുതലും സമാധാനവും ജീവനും വളർച്ചയും അനുഗ്രഹത്തിന്റെ നിറവും അനുഭവിക്കാൻ ഇവർക്കെല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തിരുഹൃദയ സ്നേഹത്തിന്റെ നിറവ് നൽകി ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുഹൃദയത്തിന്റെ വലിയ ഭക്തിയില് ആ സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ജൂൺ മാസത്തിന്റെ 29ാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മെ ആനയിച്ചിരിക്കും. വലിയ സ്നേഹത്തോടെ നമുക്ക് കർത്താവിന് നന്ദി പറയും. നമ്മുടെ നിയോഗങ്ങളില്, നമ്മുടെ മക്കളുടെ മേല്, അവരുടെ അവസ്ഥകളുടെ മേല്, അവരുടെ ഓരോ ആവശ്യങ്ങളുടെ മേല് തിരുഹൃദയനാഥന്റെ വലിയ അനുഗ്രഹവും കടാക്ഷവും ശക്തമായ ഇടപെടലും ഇന്ന് കർത്താവ് നിറച്ചു നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാൻ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വിശ്വസ്തയോടെ ദിവസങ്ങളൊക്കെയും മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടല് ഈ തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും അനുഭവവേദ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദിവ്യകാരുണ്യ യാത്ര ആദ്യത്തെ വേളാങ്കണ്ണിയിലേക്ക് അഭിഷേകത്തോടെ അതിശക്തമായ ദൈവികമായ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് നടത്തുവാൻ ദൈവം അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അതിശക്തമായിട്ട് വലിയ അഭിഷേകത്തിനു വേണ്ടി, ഇടപെടലിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, ഫുൾ ടൈം ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ഇരുന്ന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേളാങ്കണ്ണിയില് ആ സൈറ്റ് ചാപ്പലില് അഭിഷേകത്തോടെ ഈ ഗ്രൂപ്പ് ഒരുമിച്ച് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമല്ല നമ്മുടെ ആ ടാബർനക്കിൾ അല്ലെങ്കിൽ നമ്മുടെ യഹോവ ഷമ്മ കർത്താവ് ഇവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം പേറുന്ന പേടകം നമ്മുടെ വാഹനത്തെ അഭിഷേകത്താൽ നിറയ്ക്കാനും ശക്തിയാൽ നിറയ്ക്കാനും സോളമൻ ദേവാലയം നിർമ്മിച്ച് സമർപ്പിച്ചപ്പോ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ കർമ്മല മലയില് എലിയ പ്രാർത്ഥിച്ചപ്പോ തീ ഇറങ്ങിയതുപോലെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയതുപോലെ നമ്മുടെ വാഹനത്തിനുള്ളില് കാർമൽ എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്ന പേര്. കാർമൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പൂന്തോട്ടം. അങ്ങനെ കർത്താവിന്റെ ആലയമാക്കി കർത്താവ് അഗ്നി ഇറക്കിയ, കർത്താവ് വസിക്കുന്ന ഒരു പേടകം അതാക്കി മാറ്റുവാൻ വേണ്ടിയൊക്കെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനേക കാര്യങ്ങൾക്ക് വേണ്ടി, എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ യുവമക്കൾക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയൊക്കെ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള യാത്ര. അഭിഷേകം എന്ന് പറഞ്ഞാൽ മക്കളെ അഭിഷേകത്തിന്റെ നിറവായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കലെങ്കിലും നമ്മുടെ യാത്രയിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിനോടൊപ്പമുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിഷേകത്തിന്റെയും സന്തോഷത്തിന്റെയും ശക്തിയുടെയും വലിയ ദൈവ സാന്നിധ്യത്തിന്റെയും ഒത്തിരിയേറെ അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിച്ചു. അതെല്ലാം നിങ്ങളിലേക്കും പ്രസരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മള് രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 4 മണി വരെ നമ്മുടെ മക്കൾക്കുള്ള ഉപവാസ പ്രാർത്ഥനയാണ്.
9 മണിക്ക് വിശുദ്ധ കുർബാന. അതിനുശേഷം 4 മണി വരെ മക്കളെ സമർപ്പിച്ച്, കുടുംബങ്ങളെ സമർപ്പിച്ച് തിരുഹൃദയത്തിന് മുമ്പിൽ ഇരുന്ന് അതിശക്തമായിട്ട് ഇന്നത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും വന്ന് പങ്കെടുക്കുക. ഓൺലൈനായിട്ട് ഇല്ല, ഇവിടെ വന്ന് നേരിട്ട് വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളും വരിക. ഇല്ലാത്ത എല്ലാ മക്കളും അയക്കുന്ന അവസ്ഥയിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെയും വലിയൊരു ദിനമാക്കി മാറ്റുവാൻ ഈ ഞായറാഴ്ച സാബത്ത് ദിവസം ഇടയാകട്ടെ. ഇന്ന് നമ്മള് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നരക കവാടങ്ങൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് പത്രോസ് ശ്ലീഹായെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നിറച്ച് ആദ്യത്തെ മാർപ്പാപ്പികയാക്കി ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിന്റെ താക്കോലുകൾ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പത്രോസ് ശ്ലീഹായുടെ തിരുനാൾ ദിനത്തില് പ്രിയപ്പെട്ട മക്കളെ, ഈ 29-ാം തീയതി നമുക്ക് ഒരുമിച്ച് അതിശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുക, എന്തുമാത്രം കൃപകളാണ്, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ തിരുഹൃദയനാഥൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് പ്രത്യേകിച്ചും 29-ാം ദിനത്തില് നമ്മുടെ ഈ വണക്കമാസത്തിന്റെ പ്രാർത്ഥനയില് വിശുദ്ധ കുർബാന ബന്ധത്തെ കുറിച്ച് ആഴപ്പെട്ട് പറയുകയാണ്. ഈശോയുടെ തിരുഹൃദയവും വിശുദ്ധ കുർബാനയും. വിശുദ്ധ കുർബാനയോട് നമ്മുടെ മക്കൾക്ക് ആഴപ്പെട്ട ബന്ധം വേണം. വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. വിശുദ്ധ കുർബാന ഈശോയുടെ തിരുഹൃദയ സാന്നിധ്യമാണ്. ആ ഈശോയെ സ്വീകരിച്ച് വിശുദ്ധ കുർബാന ബന്ധത്തില്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന മധ്യേ ഇരുന്ന് തിരുവോസ്തി രൂപന്റെ മുമ്പില്, നിത്യാരാധനയില് തിരുവോസ്തിയുടെ മുമ്പില്, കർത്താവിന്റെ മുമ്പില് മണിക്കൂറുകൾ ഇരുന്ന് ആഴപ്പെട്ട ബന്ധത്തിൽ ഈശോയെ സ്വീകരിച്ച് ഈശോയാൽ നിറയപ്പെട്ട അനുഭവത്തില് നമ്മളും നമ്മുടെ മക്കളും വളരണം. ഇന്ന് നമ്മുടെ മക്കള് വേറെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ പറയും, നമ്മുടെ മക്കള് ബാറിലുണ്ട്, നമ്മുടെ മക്കള് സിനിമാ തിയേറ്ററിലുണ്ട്, നമ്മുടെ മക്കള് കൂട്ടുകെട്ടിലുണ്ട്, നമ്മുടെ മക്കള് ഈ ലോകത്തിന്റെ സകലമാന കാര്യങ്ങളില് പാർട്ടി, പബ്, ഹോം സ്റ്റേ, കറങ്ങാൻ പോക്ക്, ഫുഡടിക്കാൻ പോക്ക്, രാത്രി നീണ്ടയാമങ്ങൾ കറങ്ങി നടക്കല്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മക്കള് ദേവാലയത്തില് വിശുദ്ധ കുർബാനയിലുണ്ടോ? നമ്മുടെ മക്കള് ദിവികാന സന്നദ്ധിയില് ആരാധനയിലുണ്ടോ? നിത്യാരാധന ചാപ്പലുകളില് നമ്മുടെ മക്കളുണ്ടോ? ഈ ഒരു ഇല്ലായ്മ ഇന്ന് നമ്മുടെ കർത്താവിന്റെ തിരുഹൃദയത്തെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇല്ലായ്മ തന്നെയാണ് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദിനത്തില്, ഈ പത്രോസ് ശ്ലീഹായുടെ തിരുനാൾ ദിനത്തില് പ്രിയപ്പെട്ട മക്കളെ, ഉപവാസ പ്രാർത്ഥനയുടെ ഈ പുണ്യദിനത്തില് വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തി രൂപനായ കർത്താവിന്റെ മുമ്പില് വിശുദ്ധ കുർബാനയില് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു അഭിഷേകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് ആ ഒരു സംസ്കാരം, ആ ഒരു ബന്ധം, സംസ്കാരത്തെക്കാൾ ഉപരി അച്ഛൻ പറയും ഒരു ബന്ധം, ഒരു ഹൃദയബന്ധം വിശുദ്ധ കുർബാനയോട്, ഈ തിരുഹൃദയനാഥനോട് നമുക്ക് വേണം. തിരുഹൃദയവും വിശുദ്ധ കുർബാനയും അഭേദ്യമായ ഐക്യത്തിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ബന്ധത്തില് ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം, ഒരു ബന്ധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ. ഞാൻ പറയും, അങ്ങനെ ഉള്ള ബന്ധം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയാൽ നിറയപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ ഓടിച്ചെന്ന് നിത്യാരാധനയില് ഈശ്വര മുമ്പിലിരുന്ന് സക്രാരി മുമ്പില് അവിടെ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തില് പറയാനും, ആ ശക്തി സ്വീകരിക്കുവാനും, ആ ജീവൻ സ്വീകരിക്കുവാനും, ആ അഭിഷേകം പ്രാപിക്കാനും ഒക്കെ നമ്മുടെ മക്കൾക്കിടയാകും, നമുക്കും ഇടയാകും. ഈ ഒരു അഭിഷേകത്തിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണയുടെ സ്നേഹം, തിരുഹൃദയനാഥന്റെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്ന ആ സ്നേഹം അനുഭവിച്ച് നമ്മുടെ മക്കൾ മുന്നോട്ട് പോകട്ടെ. ആ മക്കളെ തോൽപ്പിക്കാൻ ഒരു പരീക്ഷയ്ക്കോ, ഒരു ഇന്റർവ്യൂവിനോ, ഒരു തടസ്സത്തിനോ, ഒരു പ്രതിബന്ധത്തിനോ, ഒരു എതിർപ്പിനോ, ഒരു പിശാചിനോ, ഒരു വശീകരണ ശക്തികൾക്കോ ഒന്നിനും സാധ്യമല്ല. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാനീശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ തിരുഹൃദയ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നിറച്ചു നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോ ഈ ദിനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ തിരുഹൃദയ വാഗ്ദാനങ്ങളുടെ 11ാമത്തെ വാഗ്ദാനം ഇന്ന് ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ആദ്യത്തെ 10 വാഗ്ദാനങ്ങൾ നമ്മൾ കണ്ടു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇന്ന് 11ാമത്തെ വാഗ്ദാനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും, അതിൽ നിന്ന് ഒരിക്കലും മായ്ക്കുകയില്ല. കർത്താവിന്റെ വലിയ പദ്ധതി ഈ തിരുഹൃദയ സ്നേഹം പ്രചരിപ്പിക്കണം, അതനേക മക്കൾ അനുഭവിക്കണം. അത് പ്രചരിപ്പിക്കുന്നവരുടെ നാമം ഈശോ പറയാണ്, ഈശോയുടെ തിരുഹൃദയത്തിൽ എഴുതും, പിന്നീട് ഒരിക്കലും മായ്ച്ചു കളയത്തില്ല. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തെ സ്വീകരിച്ച് തിരുഹൃദയ ഭക്തിയെ സ്വന്തമാക്കി അത് പ്രചരിപ്പിച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളുടെ പേര് അങ്ങയുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ ശക്തി, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി, അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളില് പൂർത്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വിശുദ്ധ കുർബാന ബന്ധം, കർത്താവേ, തിരുഹൃദയത്തുള്ള ഭക്തി ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയമാണ് വിശുദ്ധ കുർബാന, ദിവ്യ കാരുണ്യം. വിശുദ്ധ കുർബാനയോട് ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് വലിയ ബന്ധമുണ്ടാകട്ടെ. ഈശോയെ, നിത്യാരാധനയില്, ദിവ്യ സക്രാരിയില്, തിരുവോസ്തിയില് എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുമായുള്ള ആഴമായ ബന്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എന്നും ഉണ്ടാകട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുഹിതമാണ് ഈ വിശുദ്ധ കുർബാന, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യമാണ് ഈ തിരുഹൃദയം. ആ സ്നേഹത്തിന്റെ ഐക്യത്തില് ഞങ്ങൾ ജീവിക്കുവാൻ, ഞങ്ങളുടെ മക്കൾ ജീവിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങൾക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന തിരുഹൃദയനാഥനായ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ സ്വീകരിക്കാൻ മാത്രം അങ്ങ് ഞങ്ങളോട് കാണിച്ച ആ വലിയ കരുണ, ആ ദിവ്യ കാരുണ്യം ഞങ്ങളും ഞങ്ങളുടെ മക്കളും സ്വീകരിച്ച് അതിൽ വളരട്ടെ. അതിനു വേണ്ട അഭിഷേകത്തിനു വേണ്ടി ഈ വണക്കമാസത്തിന്റെ 29ാം ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആ വലിയ അഭിഷേകം, ആ വലിയ കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ജപം. പരിശുദ്ധ കുർബാനയിൽ എന്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുദ്ധേ, മാലാഖമാരുടെ ദിവ്യ ഭോജനമേ, മോക്ഷവാസികളുടെ സന്തോഷമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ പരമരഹസ്യത്തിൽ ഞങ്ങളോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കും? ഈ ദിവ്യകൂദാശയിൽ അങ്ങേ മഹിമയ്ക്കു തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും? പരമപിതാവായ ഈശോയെ, അങ്ങയുടെ അറുതിയില്ലാത്ത കൃപയാൽ എന്നിലും എന്റെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും എഴുന്നള്ളി വരണമേ. എപ്പോഴും അങ്ങേ തിരു ശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ഇടവരുത്തി അരുളണമേ. മാധുര്യം നിറഞ്ഞ ഈശോയെ, എന്റെയും എന്റെ മക്കളുടെയും എന്റെ കുടുംബാംഗങ്ങളുടെയും അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിന്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ. എന്റെ അന്ത്യഭോജനം, ഞങ്ങളുടെ മക്കളുടെയും കുടുംബത്തിന്റെയും അന്ത്യഭോജനം ആയുസ്സിന്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും രക്തവുമായിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, അങ്ങ് തന്നെ എനിക്കതിന്, എന്റെ മക്കൾക്കതിന്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കതിന് ഇടവരുത്തി അരുളണമേ. ഞങ്ങളുടെ മക്കൾ
ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനും വിശുദ്ധ കുർബാനയിലും ഉദാശയിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് തിരുഹൃദയ സ്നേഹം അനുഭവിച്ച് ജീവിതത്തിൽ കൃപയ്ക്കുമേൽ കൃപയിൽ ഈശോയെ അങ്ങയുമായുള്ള ആഴബന്ധത്തിൽ വളരുവാനും ഇടയാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സുഹൃത ജപം. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കളാൽ സ്നേഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളാൽ സ്നേഹിക്കപ്പെടട്ടെ. ആമേൻ. സൽക്രിയ. പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. വിശുദ്ധ കുർബാന ബന്ധത്തിന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇടയാകട്ടെ. വിശുദ്ധ കുർബാന ബന്ധത്തില് നമ്മുടെ മക്കൾ പഠിക്കട്ടെ, വളരട്ടെ, ജീവിക്കട്ടെ. ഈശോയെ വിട്ട് നമ്മുടെ മക്കൾ പോകാതിരിക്കട്ടെ. എത്ര നല്ല ദിവ്യ കാരുണ്യ ഹൃദയത്തെ വിട്ട് എങ്ങനെ പോകാൻ പറ്റും? എല്ലാം നൽകുന്ന തിരുഹൃദയനാഥൻ, ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കൂടെ ഉണ്ട്. മക്കളെ, ആ സ്നേഹത്തില്, ബന്ധത്തില് ഈശോയെ സ്വന്തമാക്കി ജീവിച്ചാൽ എന്തുമേതും സന്തോഷം, സമാധാനം, സ്നേഹം, വിശുദ്ധി, പഠനം, വിജയം, എല്ലാത്തിനും ഉന്നത സ്ഥാനം കർത്താവ് നമുക്ക് തരും. വിശ്വാസത്തോടെ അതിനായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ദിവ്യവരങ്ങൾ ചിന്തിക്കൊണ്ട് അങ്ങയുമാൾ ആഴമായി ബന്ധത്തിൽ വളരുവാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ തൊട്ട് സമർപ്പിച്ച് സ്വീകരിച്ച് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ജീവന സമൃദ്ധി നൽകി ഞങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യനാഥ, തിരുഹൃദയ ദിവ്യകാരുണ്യ ഈശോയെ, ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ, അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. കർത്താവേ,